ഹായ് മക്കളെ, നമ്മുടെ സേ എക്സാമിന് അപേക്ഷിക്കാനുള്ള ഏറ്റവും അവസാനത്തെ തീയതി എന്ന് പറഞ്ഞാൽ ജൂൺ 3-ാം തീയതിയാണ്. ഇനിയും നമുക്ക് 2 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആർക്കൊക്കെയാണ് ഈ ഒരു സേ എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കുറേ പേര് എന്ത് ചെയ്തിട്ടുണ്ട്, തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എനിക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റും എന്നുള്ളത്. അതായത് ഇക്കൊല്ലം പുതിയൊരു റൂൾ ഇറങ്ങിയിട്ടുണ്ട്. ആർക്ക്? കമ്പാർട്ട്മെന്റൽ സ്റ്റുഡൻസിന്. ആരാ കമ്പാർട്ട്മെന്റൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എക്സാം എഴുതിയിട്ട്, അതായത് 2025 അതിന് മുന്നെയോ എക്സാം എഴുതിയിട്ട് തോറ്റവരെ നമ്മൾ പറയുന്ന പേരാണ് കമ്പാർട്ട്മെന്റൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ കമ്പാർട്ട്മെന്റൽ സ്റ്റുഡൻസിന്റെ കേസിൽ ഒരു പുതിയ റൂൾ എന്താന്ന് വെച്ചാൽ, അവർക്ക് 2023 2024 ആണെങ്കിൽ അപ്പൊ അവർക്ക് ഏതെങ്കിലും +1 അല്ലെങ്കിൽ +2 ഏതോ ഒന്നാണ് അവർക്ക് വേണ്ടതെങ്കിൽ ആ ഒന്ന് മാത്രം എന്ത് ചെയ്താൽ മതിയായിരുന്നു, അവർക്ക് എടുത്ത് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഇതിൽ വന്ന റൂൾ എന്താന്ന് വെച്ചാല്, ഈ 2026 സേ എഴുതുന്ന ഒരു കുട്ടി ഉറപ്പായിട്ടും 2026 മാർച്ചിലെ എക്സാം +1-ന്റെയും +2-ന്റെയും എക്സാം എഴുതിയിരിക്കണം. അതായത് +1-ന്റെ ഇംപ്രൂവ്മെന്റ് എക്സാം ഉറപ്പായിട്ടും എഴുതിയിരിക്കണം. അതേപോലെ +2-ന്റെ എക്സാം എന്ത് ചെയ്യണം, എഴുതിയിരിക്കണം. ആ കുട്ടിക്ക് മാത്രമേ ഈ പ്രാവശ്യത്തെ എന്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, സേ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി അഥവാ ആ കുട്ടി +1 എഴുതിയില്ല, അന്ന് ആബ്സെന്റ് ആയി, അതിന്റെ രജിസ്റ്റർ ചെയ്തോട്ടോ, പക്ഷെ എന്ത് ചെയ്തില്ല, +1 എഴുതിയിട്ടില്ല, +2 മാത്രം എഴുതി, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇപ്രാവശ്യത്തെ സേ എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്ലൈ ചെയ്യാനും അപ്ലിക്കേഷനൊക്കെ കൊടുത്ത് പൈസ ഒക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും, പക്ഷെ റിസൾട്ട് എന്ത് ചെയ്യൂല, വരൂല എന്നുള്ളതാണ്. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നത് +1 എഴുതി, അതായത് +1 ആ കുട്ടി എന്ത് ചെയ്തു, ഇംപ്രൂവ്മെന്റ് ആയിട്ട് എഴുതി, പക്ഷെ +2 എന്ത് ചെയ്തു, അറ്റൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിലും ആ കുട്ടിക്ക് സേ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഓൾറെഡി എന്ത് ചെയ്തിരിക്കണം, രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, അതിന്റെ ക്രൈറ്റീരിയ എന്നുള്ളത്. അപ്പൊ ഈ ഒരു ക്രൈറ്റീരിയ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വെറുതെ ഒരു അപ്ലിക്കേഷൻ ആയിട്ട് പോകും എന്നുള്ളതാണ് എന്ത് ചെയ്യാനുള്ളത്, സാറിന് പറയാനുള്ളത്. ഓക്കെ.